ഹായ് എല്ലാവർക്കും നല്ലൊരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും എന്താണ് നമ്മുടെ സമർപ്പണത്തിൻ്റെയൊക്കെ ഒരു നല്ല മെസ്സേജ് തരുന്ന ഈസ്റ്റർ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഈസ്റ്ററായിട്ട് നമുക്കൊരു ഞാനൊരു റെസിപ്പി വീഡിയോ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനോടൊപ്പം കുറേ കാര്യങ്ങളും കൂടെ പറയാം. അപ്പോൾ നമ്മളിതാ ചെയ്യാൻ പോവുകയാണ്. ഞാനും അമ്മച്ചിയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പാചകം തുടങ്ങും. നിങ്ങളെല്ലാവരും കൂടെ വായു. ഇപ്പോൾ നമ്മൾ പിന്നെ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. ഇതേ റെസിപ്പി വീഡിയോയാണ് ഇന്ന്. അപ്പോൾ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അമ്മച്ചി ആ അടുപ്പിലോട്ട് ഉരുളി വെച്ചിട്ടുണ്ട്. എന്താണ് ഉണ്ടാക്കുന്നത് അവസാനം വരെ കാണണേ. കുറിച്ചോ മതി. എന്നിട്ട് ആ ഉരുളി പിടിച്ചിട്ടൊന്ന് കുലുക്കി ഉരുളി കുലുക്കി അമ്മച്ചി ഉരുളി കുലുക്ക്. വെളിയിലൊക്കെ നല്ല വെട്ടമുണ്ട്, അടുക്കളയിൽ ഒട്ടും വെട്ടമില്ല കേട്ടോ. അപ്പോൾ ഈസ്റ്ററായിട്ട് നമ്മൾ ചെയ്യുമ്പം ഒരു അങ്ങനെ വെച്ചോ. ഈ വെളിച്ചെണ്ണ തന്നെ നമ്മളെല്ലാത്തിനും എടുക്കും. തനതായ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈസ്റ്റർ ആകുമ്പോൾ പല തരത്തിലുള്ള ഇത് കാണും, പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നു ഈസ്റ്റർ സ്പെഷ്യൽ. ഓക്കെ, അതങ്ങോട്ട് മാറ്റം. ഇനി നമ്മളത് അതെടുത്ത് തുറന്നാണ് നമ്മളൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ അതെന്ന് വെച്ചാൽ കാണിച്ചു തരാമേ. കണ്ട, നല്ല ചൂര മീനാണ്. മസാല വരട്ടിത്തേക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിത് കറിവേപ്പില എടുക്കും. പച്ച കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ താമസിക്കുന്ന വീട്ടിലെ കറിവേപ്പില എന്നാണ് എടുത്തത് കേട്ടോ. മേടിച്ച കറിവേപ്പിലയൊന്നും അല്ല, ഇവരെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിലെ കറിവേപ്പില. കേട്ടോ പകരമേ അയ്യോ എൻ്റെ പുറത്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. മീൻ വാങ്ങിയിട്ട് തുടങ്ങാം. മീൻ വാങ്ങിയിട്ടോളൂ. ഞാൻ ഈ മീൻ അങ്ങോട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കും. ഈ വീഡിയോ നീണ്ടുപോയാൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇതിനെ നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ അല്ല, ചെറിയ രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങ് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യണ്ട കേട്ടോ. അത് കഴിയണേ അമ്മ. എണ്ണയാണ് എൻ്റെ തുറവാണോ എന്ന് ചിന്തയിൽ ഇടണം കേട്ടോ. അത് കറണ്ടിലേക്ക് എനിക്ക് കൊടുത്താൽ മതി. ഇത് നമ്മളെല്ലാം അങ്ങ് ഇടും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എന്ത് കൊടുക്കും. എല്ലായിടത്തും എണ്ണ ആവാൻ വേണ്ടിയാണ്. ഇനി ഇതിനെ ഫ്രൈ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈസ്റ്ററായിട്ട് എന്തിനാണ് പറയാനുള്ളത്? അല്ല പറയണ്ട. ഈസ്റ്റർ ആശംസകളൊന്നും ഇല്ല ആർക്കും പറയാൻ. ഈസ്റ്റർ ആശംസകളൊക്കെ പറ. യേശു ക്രിസ്തു കുരിശിലേറി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ, യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുന്ന വേളയിൽ താങ്കൾക്ക് എന്താണ് എന്നോട് ഉരയ്ക്കാനുള്ളത്? എന്തോന്ന് നിനക്ക് എന്താണ് പറയാനുള്ളത് ഈസ്റ്ററിനോടനുബന്ധിച്ച്? നിനക്ക് എന്തോന്ന് പറയാം? നീ ഇവിടെ സൈഡ് തിരിഞ്ഞാൽ തന്നെ അങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ ഈസ്റ്ററായിട്ട് എന്തോന്ന് പറയാനുള്ള? അത് പറയാനാണ് ഇത്രയും പറഞ്ഞിട്ട് പോണാ. അപ്പം ഈസ്റ്ററായിട്ട് എനിക്കൊരു കഥ പറയാനുണ്ട്. നമ്മൾ 2000-ൽ നമ്മളാണെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞ് മോൾ എന്നെ ബിന്ദുവോളെന്നാണ് വിളിക്കുന്നത്. ബിന്ദുവോൾ നടക്കും മോള് പിന്നെ ഇതൊരു ധ്യാനമൊക്കെ കൂടണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധ്യാനം കൂടാനൊക്കെ പോയി. 2000 ജൂലൈ 19-ാം തീയതിയാണ് പോണത്. ആദ്യമായിട്ട് ധ്യാനം കൂടാൻ നമ്മൾ ധ്യാനം കൂടാനൊക്കെ പോയി. ഓരോ കാര്യവും ഓരോ എക്സ്പീരിയൻസാണ് കേട്ടോ. പിന്നെ എനിക്ക് പണ്ടേ യേശുക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഒരു ദൂതൻ അല്ലെങ്കിൽ ദൈവ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവം അയച്ചവൻ എന്ന രീതിയിലൊക്കെ എനിക്ക് യേശുക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പണ്ടേ അങ്ങനെയാണ്. കൊച്ചിയിലേക്ക് ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഞാൻ കുട്ടി ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കുറേ ആൾ കിടന്നപ്പോൾ തൊട്ട് പ്രാർത്ഥനയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാൻ. അങ്ങനെ ഞാൻ ധ്യാനം കൂടാൻ പോയി. പിന്നെ 2014 വരെയും ധ്യാനം കൂടാനൊന്നും പോക്കല്ല, യേശുക്രിസ്തുവിനെ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ നമ്മൾ അന്വേഷകരാണ്. എപ്പോഴും നമ്മൾ എന്താണ് ദൈവം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതമൊക്കെ കൊണ്ട് നമുക്കൊരു ഇത് കിട്ടും. പിന്നെ എങ്ങനെയാണ് ദൈവം എന്നൊക്കെ നമുക്കൊരു ബോധ്യം കിട്ടും. അപ്പോഴും പിന്നെ നമ്മൾ ഇങ്ങനെ ഞാൻ യേശുക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇപ്പോൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈശോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വല്ലാത്ത ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. നമ്മൾ ഏതൊന്നിനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നല്ല, നമുക്കൊരു സമാധാനമാണ്. അതിപ്പോൾ നമ്മൾ കൃഷ്ണനെ ആണെങ്കിലും ശിവനെ ആണെങ്കിലും യേശുക്രിസ്തുവിനെ ആണെങ്കിലും നമ്മൾ ഏതൊന്നിനെയോ, ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥന ഇല്ലാത്തൊരു വ്യക്തി ആയിക്കോട്ടെ, നമ്മൾ വേറെ എന്തിലോ നമ്മൾ ദൈവമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എന്നിട്ട് നമ്മളുടെ ആ കർമ്മത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു നോട്ടത്തിൽ ഞാൻ ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മളെ കർമ്മം അത് തന്നെയാണ് ദൈവം.
അതാണ് ദൈവം എന്നാണ് ഞാൻ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. അവിടെയും ഇവിടെയൊന്നും ദൈവമല്ല. പിന്നെ നമ്മൾ ആരാധനാലയങ്ങളിൽ എന്തിനാണ് പോകുന്നത്? ആരാധനാലയങ്ങളിൽ പോകുന്നത് നമ്മളെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മൈൻഡ് മാറുന്നതനുസരിച്ചിട്ടാണ്. ഒരാൾ പറഞ്ഞ പോലെ മരണ വീട്ടിലും നിലവിളക്കുണ്ട്, അമ്പലത്തിലും നിലവിളക്കുണ്ട്. മരണ വീട്ടിൽ നിലവിളക്ക് കാണുമ്പോൾ ഉള്ള ഫീലല്ല അമ്പലത്തിൽ നിലവിളക്ക് കാണുമ്പോൾ. അങ്ങനെ ഇവിടെ പറഞ്ഞോളട്ടെ. ഇത്രയൊക്കെ എനിക്ക് പറയാം. ഇത് തന്നെ അഭിപ്രായം. എന്തൊക്കെ അഭിപ്രായം പറയണം? അവരവരൊക്കെ ബോധ്യം വരട്ടെ. എന്താണ് അറിയാല്ലേ? അപ്പം അവിടെ ഇവിടെയും ഇരുന്ന് പറയുന്ന ആളുകൾ എന്തായാലും വിടുവായ തരം പറയുന്ന അതിലൊന്നും ദൈവം അതല്ല ദൈവം എന്ന് മനസ്സിലായല്ലേ? മനസ്സിലായെങ്കിൽ ഈ മീൻ പെട്ടെന്ന് പൊരിച്ചെടുക്കും. അപ്പം അത്രയേ ഉള്ളൂ. അതെ, അവിടെയും ഇല്ല. നമ്മൾ സമാധാനത്തിന് വേണ്ടി അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകും. അപ്പം മാറ്റി നല്ലോണമൊക്കെ പൊരിയല്ല കേട്ടോ. പൊടിയും ചെയ്യല്ലേ അതൊക്കെ പതുക്കെ തട്ടിയിട്ടാ മതിയേ. പതുക്കെ തട്ടിയിട്ടാ ഇത് പൊരിച്ചെടുത്തിട്ട് നമ്മളെ പാൻ വെച്ച് കൊടുത്തിട്ട് ബട്ടർ ഇടണേ. നമ്മളെ ബട്ടറാണ് ഇടുന്നത് കേട്ടോ. അത് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ബട്ടർ ഇട്ടു. എന്നിട്ട് ഒന്ന് കിട്ടിച്ചോ. ഇനി സവാള പോലെ അവിടെ മേലെ പോയി ഒരു കൈ ഇച്ചിരി പൊരിച്ചാകല. മതി മതി. ഇത് നമ്മൾ വേറിട്ടൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്തിരി ബട്ടർ ഇട്ടത് കേട്ടോ. ഇനി നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. മതി മതി. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് വെളിച്ചെണ്ണ ചേട്ടാ തീ വിലയാണ് കൂട്ടുകാരെ, അറിയാലോ. ഇതും ചെയ്യുന്ന പണി തന്നെ ഉപ്പ് പൊടി, ഇച്ചിരി ഉപ്പ് പൊടി കൊണ്ടിട്ട് കൊടുക്കും. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ നമ്മളിനിയിപ്പോൾ എന്തോന്ന് പറയാം, ഈസ്റ്ററായിട്ട് നമ്മളുണ്ടാക്കുന്ന ഒരു സംഭവം അത്രയേ ഉള്ളൂ. എന്താ മാംഗോ ജ്യൂസ് മാമിയുടെ സ്വന്തം മാവിൽ നിന്നും ഉണ്ടായതാണ്. താങ്ക്സ് എ ലോട്ട്. എനിക്കവിടെ വെച്ചേക്കൂ മാമിക്ക് ഡ്യൂട്ടിയാണല്ലേ. അപ്പോൾ നമ്മൾ ഈസ്റ്ററായിട്ടൊന്നും പറയാമല്ലേ? ഓക്കെ. ജ്യൂസ് കൊള്ളാവോ? നല്ല ജൈവ ജ്യൂസാണ് മാവിൽ നിന്ന് മാമി പറിച്ചുകൊണ്ട് തന്നത്, മാമിയുടെ മാവിയിൽ നിന്ന്. ഓക്കെ. മധുരമൊന്നും വേണ്ട, വാങ്ങാൻ മധുരം മതി. മധുരം ഇല്ലെന്ന്. മാമി ഇത്തിരി പട്ടയും ഗ്രാമ്പും എടുത്ത് തരാൻ പറയുന്നത്. മുന്തിരി കൂടെ ഇടാവേ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതവരുടെ സ്ഥിരം റെസിപ്പി എന്നാണ്. അല്ല കേട്ടാ, ഇത് സ്ഥിരം റെസിപ്പി അല്ല. ഇതിലൊരു ടിപ്സ് ഉണ്ട്. ഇതിൻ്റെ ടിപ്സ് അവസാനേ പറയോളെ. ടിപ്സ് അവസാനം പറയാം. ഈ അടുപ്പിൽ തീ അണഞ്ഞു പോയി. ലൈറ്റെല്ലാം കൊണ്ടുപോയായിരുന്നാ? കൊണ്ടുപോയി. ഞാൻ കൊണ്ട് കൊടുത്തു. ഇത് കത്തിക്കണം കേട്ടോ. മൂത്താ മതിയാ. ഞാൻ മുന്തിരി ഒന്ന് ഇതാവണം. കിടക്കുന്നൊന്നും കുഴപ്പമില്ല. അത് വഴങ്ങും ആവോ? എങ്കിൽ അങ്ങ് മാറ്റിക്കോ. ലൈറ്റർ അല്ല. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വയ്ക്കാം. അടുത്ത പാത്രം വെച്ചോ. ആ വെള്ളം ഒഴിച്ചിട്ട് പൊടി. അല്ലെങ്കിൽ അമ്മച്ചി ഇപ്പോൾ അവിടെ തട്ടിയെടുത്തിട്ട് വീഴും. ഇതിലോട്ട് ഒഴിച്ചോ. ഇത് നമ്മൾ ഒരു വെറൈറ്റി ആണല്ലോ ഈസ്റ്ററിന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കുക കേട്ടോ. വെള്ളം ചൂടായി റൈസിലേക്ക് നമ്മൾ ഇത്തിരി പട്ടയും ഗ്രാമ്പും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. റൈസിൻ്റെ വെള്ളം നന്നായിട്ട് ചൂടാവട്ടെ. അരി ബസ്മതിയാണ്. നമുക്ക് ഇതിന് ജീരകശാലയാണ് വേണ്ടത്. നമ്മൾ ബസ്മതി പെരുന്നാളിന് വാങ്ങിച്ചത് ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ്മതി റൈസ് കുതിർത്ത് വെച്ചേക്കുന്നതായിരുന്നു. 3/4 മണിക്കൂർ കുതിർത്ത് വെച്ചു. അതാണ് കേട്ടോ. ഇത് വേണ്ടത് ജീരകശാലയാണ് കേട്ടോ. എനിക്ക് ജീരകശാലയാണ് ഇതിന് വേണ്ടത്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നല്ലപോലെ ചോറ് 15 മിനിറ്റൊക്കെ വേവണ്ട, അതിനുമ്പേ വെന്തോളും. അങ്ങനെ ഒരു ഉപയോഗമാണ് ഈ അരിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വേവണ്ട. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അയ്യോ വേറെ സാധനങ്ങളുണ്ട് ഇടാൻ. ഇവിടെ ക്യാരറ്റും ക്യാബേജും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് കണ്ടു തന്നെ. ഇനി നമുക്ക് ഉപ്പും ക്യാരറ്റും ക്യാബേജും കൂടെ ഇട്ടിട്ട് ക്യാബേജ് പിന്നെ നമ്മൾ ക്യാരറ്റ് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കേട്ടോ, ചില കൂടെ നീ ഇളക്കി പോകാം. ഇപ്പോൾ ഉണ്ടാകും. പിന്നെ നോക്കാം. അവിടെ എടുത്ത് വേവട്ടെ. റൈസ് റെഡി ആവട്ടെ. അതൊക്കെ അത് വേണം. ഊറ്റാൻ വേണം. ചോറ് ഊറ്റാതെ ചോറ് കോരിയെടുക്കാനായിട്ടൊരു കോലി കരട്ടി കൂടെ എടുത്തോട്ടോ. അതിൽ നിന്ന് കോരിയെടുക്കാം. ഈ കൊട്ടി നരിച്ചിലൊന്നും വേണ്ട. പലതും ചോറൊന്നും വെന്തിട്ടുണ്ട്. ഒരു 90% വെന്ത് കേട്ടോ. ഇത് നമ്മൾ കോരിയെടുക്കണം. കോരിയെടുത്തിട്ട് കാണിക്കാം. ഇത് മൊത്തം അമ്മച്ചിയുടെ പ്രിപ്പറേഷനാണ്. ഇവിടെയൊക്കെ അകത്തൊക്കെ ആൾക്കാർക്കൊക്കെ തുമ്മലൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ മീൻ പൊരിച്ച ശക്കലം കൂടെ മതി. മീൻ പൊരിച്ച വെളിച്ചെണ്ണ ആയിരുന്നു. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ സംഭവങ്ങൾ ചെയ്യണം. എണ്ണ ചൂടായി. ഇതല്ല വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മൾ കറിവേപ്പില ഇട്ടുണ്ട്. അത് കൊടുക്കും. ഇത് അതിനൊന്ന് ഇളക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം.
ഓക്കെ, അതൊന്ന് മൊരിയട്ടെ. ആ, ഇനി നമ്മളൊരു 2-3 സവാള അരിഞ്ഞ് വെച്ചിരുന്നതാണ് ഇനി കൊടുക്കുന്നത്. ഇനി നിന്ന് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം. ഉപ്പുപൊടിയും കൂടെ ഇട്ട് കുറച്ചിട്ടേ ഇളക്കാം. ഇതിനാവശ്യമായ ഉപ്പുപൊടി. തക്കാളി ഇടാം. 2 തക്കാളിയാണ്. 2 തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വഴന്ന് വരയ്ക്കും. അപ്പോൾ നമ്മുടെ പിന്നെ മസാല റെഡിയായി, മസാലയല്ല കൂട്ട് വഴറ്റിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ടോ, മഞ്ഞൾപ്പൊടി ഇടായിരുന്നു. അത് റെഡി. നമ്മൾ 1/4 സ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഇടാം. കാരണം നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ടാകും. 1/4 സ്പൂണിന് താഴെ മതിയേ. ഓക്കെ. മല്ലിപ്പൊടി ഒരു 3/4 സ്പൂൺ ഇടാം. ഓക്കെ. മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടാം. കാശ്മീരി പൊടിയാണേ. പിന്നെ 2 സ്പൂൺ ഇടും. വേണമെങ്കിൽ ഇത് ചളവിട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ചോദിക്കുന്നു. കുരുമുളക് പൊടി അല്പം ഗരം മസാല, അല്പം മാത്രം. ഫിഷിൻ്റെ വിഭവമായതുകൊണ്ടേ അല്പം മാത്രം. ഓക്കെ. കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ എന്താണ് ഗരം മസാല ഒരു നുള്ളെന്നൊക്കെ പറയാം കേട്ടോ, ഒരു ഫ്ലേവറിന് മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മളുടെ വെള്ളമാകുന്നു. കുറച്ച് വെള്ളം ഇനി മധ്യത്തോട്ട് വരും. മേലിരിക്കുന്ന എല്ലാത്തിനും മധ്യത്തോട്ട് വരും. ഇനി കുറച്ച് വെള്ളം, നമ്മുടെ ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് വെള്ളം ചോദിച്ചു വരും. കുറച്ച് വെള്ളം കൂടി നമ്മളിതിലേക്ക് ചാപ്പുകയാണ്. കുറച്ച് വെള്ളേ. മതി. കാരണം അതിനുള്ള മസാലയും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിന് ഉപ്പൊക്കെ നമ്മളിതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് പുതിനയിലൊന്നുമില്ല, മല്ലിയില. ഓക്കെ. അങ്ങനെ ഒന്നിട്ട് ഇളക്കി. ഇതിനൊന്ന് കുറുവി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈ ചേർക്കാം. ഇനി മീൻ പൊരിച്ചത് എടുക്കാം. മീൻ പൊരിച്ചത് എടുത്തുകൊണ്ട് വരും. അമ്മ ഈ ഡിഷ് നിങ്ങൾ കഴിക്കുമോ? എന്തമ്മ എനിക്ക് എന്തരമ്മ വേണ്ടത്? പുളിമുളകും ചോറുവാ? താത്തു കൊണ്ടിട്ടോ എത്ര വെച്ചിരുന്നല്ലോ. ഒന്ന് അങ്ങോട്ട് ചേട്ടൻ തിരിഞ്ഞ് റെഡിയാക്കാം. നിങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഭയങ്കര ട്രാഫിക്കുന്നു. വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നു എപ്പോഴും. നമ്മുടെ അവധി ദിവസം തുടങ്ങിയല്ലേ, ഇന്ന് വൈകിട്ട് ഭയങ്കര പോക്കായിരിക്കും. ക്വാളിറ്റി ആൾക്കാരൊക്കെ 2 ആഴ്ചയിൽ അവധി കിട്ടി. ആൾക്കാരൊക്കെ ജോലിക്കാർക്കൊക്കെ അവധി കിട്ടി. ഇനി ആ തീയുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചോറ് ശർക്കര ഒരു 90% വെന്തായിരുന്നു. ഒരു 10% കൂടെ വെന്താൽ മതി. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ഇടയും. അപ്പോൾ നമ്മൾ വിടർത്തിയിടണേ. പോളി മാസമാണ് കേട്ടോ. അപ്പോൾ ഫിഷിൽ ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഈസ്റ്റർ സ്പെഷ്യൽ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് അതിനൊരു പുതുമയൊന്നുമില്ല. എല്ലാവരും പലതരത്തിലുള്ള, ഇന്നിപ്പോൾ വെള്ളയപ്പം, താറാവ്, പിന്നെയൊക്കെ ഇതെല്ലാം ഉണ്ടാക്കും ഇല്ലേ? അതെ, അങ്ങനെ ഉണ്ടാക്കണം. നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും മനുഷ്യരുടെ കാര്യമില്ലേ അല്ലേ? ഈ ആൾക്കാർ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വന്നത്, വയസ്സായ ആൾക്കാരാണ് മരിച്ചു പോണത്. ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ ആണായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ വയസ്സായി മരിക്കുമ്പോൾ നമ്മളാണ് പ്രായത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രമുഖ യൂട്യൂബേഴ്സാണ് കേട്ടോ. നിങ്ങൾ മരിക്കുമ്പോൾ നമ്മൾ നോക്കും, നമുക്ക് ശേഷം നിങ്ങൾ നമ്മളെ മക്കൾ. അതൊക്കെ പണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. മതി ഇല്ലല്ലേ, ഇല്ലാതൊത്തിരി മല്ലിയില. വീഡിയോയിലായിപ്പോയി. ഇച്ചിരി മല്ലിയില. ഇനി എസൻസ്, അല്ല ഉള്ളി, സവാളയും മുന്തിരിയും കൂടെ. ഇവിടെ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളതൊക്കെ വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം മീൻ ബിരിയാണി ഉണ്ടാക്കിയാനാണ് ഇത് ഓരോന്ന് പറഞ്ഞു തന്നല്ലേ. മീൻ ബിരിയാണി തന്നെ കൂട്ടുകാരി. അപ്പോൾ പിന്നെ മീൻ ബിരിയാണി ആക്കി, ഈസ്റ്റർ സ്പെഷ്യൽ മീൻ ബിരിയാണി. അപ്പോൾ നമ്മൾ പിടിച്ചൊളി കുറച്ച് വനില എസൻസ്. മതിയുടെ. ഇനി അടുത്ത നെക്സ്റ്റ് ചോറ് കേട്ടോ. നട്ട്സ് ഒന്നുമില്ല, നട്ട്സ് ഇതൊക്കെ മതി. തീയൊന്നും വലിയ തീയല്ലല്ലേ അമ്മ? എനിക്ക് കാണത്തില്ല. ഇനി ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് പറ്റില്ലേ, മുകളിൽ ഇതെല്ലാം ഇട്ട് നമ്മൾ മല്ലിയില, സവാള, ബട്ടറിൽ പൊരിച്ചെടുത്ത സവാള, മുന്തിരി, ആൻഡ് എസൻസ്, ആൻഡ് കിഷ് ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ചെറിയ തീയിലിരിക്കട്ടെ. കാരണം മസാല ഇട്ടാണല്ലോ ചെയ്ത. മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ ഡെക്കറേഷൻ അടിക്കേണ്ടതൊന്നും വേണം. ഇത് മീൻ ബിരിയാണിയാണ് കൂട്ടുകാരി. അപ്പോൾ ഈസ്റ്ററൊക്കെ എല്ലാവരും അടിച്ച് പൊളിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഇനിയും ഈസ്റ്റർ വരട്ടെ, ഇനിയും സന്തോഷങ്ങളുണ്ടാവട്ടെ. സന്തോഷങ്ങളുണ്ടാകുന്ന എല്ലാ മനുഷ്യർക്കൊപ്പവും നിൽക്കുന്നു.
ഈ എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവെ, അങ്ങയുടെ നാമം ഇനിയും വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് അയച്ചവനെ ആൾക്കാർ കൂടുതൽ ആശ്രയിക്കപ്പെടട്ടെ. അപ്പോൾ ഈ ചെറിയ തീയിലൂടെ ഇരിക്കുകയാണ് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുത്ത ചോറാണ് കേട്ടോ. നല്ല മണമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചോററിയാൻ വന്ന് മസാല മതി ഇങ്ങോട്ട് കണ്ടേ കണ്ടാ, സൂപ്പറാണ്, ടേസ്റ്റിയാണ്. ഇത് കേരമീനാണല്ലേ? അതെ, താങ്കൾ പോയി 2 മണിക്ക് പോയി കൊണ്ടുവന്ന മീൻ, ഉറക്കമില്ലാതെ പോയി കൊണ്ടുവന്ന മീനാണ്. രുചി നാസ്വാരന്ധ്രങ്ങളിലേക്ക് എത്തട്ടെ. ഗ്രാൻഡാണ് കേട്ടോ. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതിമാരകം. ഇച്ചിരി ചമ്മന്തിയും വെച്ച്, ഇഞ്ചിക്കറിയും ചമ്മന്തിയും ഇഞ്ചിക്കറിയും കൂടെ ഒരുമിച്ച് വെക്കരുത്. ചമ്മന്തിയും കൂടെ ആദ്യം കഴിക്കണം. എന്നിട്ട് ഇഞ്ചിക്കറി ഇങ്ങനെ എടുത്തിട്ട് പാവയ്ക്കത്തോര എന്തെടുക്കാത്തത് തോണ്ടി തിന്നണം. നമ്മൾ കാക്കച്ചിയെ വെയിറ്റ് ചെയ്ത കാരണം 4 മണിക്കാണ് 4:30ക്കാണ് ചോറ് കഴിച്ചത്. അപ്പം നമ്മൾ പാവയ്ക്കത്തോരൻ പോലും എടുത്തില്ല. അപ്പോൾ ഈസ്റ്റർ എന്നാൽ സമാധാനമാണ്, പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. എന്തൊക്കെ സംഭവിച്ചാലും, എത്രയെല്ലാം കുരിശിൽ തറച്ചാലും, എവിടെയെല്ലാം താഴ്ത്തപ്പെട്ടാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രത്യാശ തരുന്ന ഈസ്റ്റർ. എല്ലാവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ ആശംസകൾ.